ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ആകാശത്തിലൂടെ പറക്കുന്ന ഒരു വിമാനം കണ്ട് 5 വയസ്സുകാരൻ മകൻ തന്റെ പിതാവിനോട് ചോദിച്ചു, അപ്പ അതെന്താണ്? അപ്പൻ മറുപടി നൽകി, മകനെ, അതാണ് വിമാനം. മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്ന വാഹനമാണിത്. മകന്റെ സംശയം അവിടെയും തീർന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, അപ്പ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തിൽ താഴെ നിൽക്കുന്ന മനുഷ്യർ എങ്ങനെ കയറും? അപ്പൻ മറുപടി നൽകി, മകനെ, ആളുകളെ മുകളിലേക്ക് എത്തിക്കുവാൻ വിമാനം താഴേക്ക് വരുന്നു. മണ്ണിലലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്രിസ്തുവിന്റെ ബലി എന്നാണ്. അതായത് പാപാന്ധകാരത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ തന്റെ ജീവൻ തന്നെ ഹോമിക്കുക എന്നതായിരുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ക്രിസ്തുമസിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: തെറ്റ് മായ്ക്കപ്പെടുകയും പാപം നീക്കപ്പെടുകയും സ്വർഗീയ ജീവിതം ഭൂമിയിൽ സംജാതമാവുകയും മാലാഖമാർ ഭയം കൂടാതെ മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്ത ദിവസം. പാരിൽ പിറക്കുവാൻ പരമോന്നതൻ തിരഞ്ഞെടുത്ത അരക്ഷിതാവസ്ഥയുടെയും പാതിരാവിന്റെയും ആഘോഷങ്ങളുടെയും ഓർമ്മയാണ് ക്രിസ്തുമസ്. ക്രൈസ്തവ ജീവിതം നിരന്തരമായ ഒരു ദൈവാന്വേഷണ യാത്രയാണ്. ദൈവ സാന്നിധ്യത്തെ നിരന്തരം പാടിസ്തുതിക്കുന്നത് സ്വർഗീയ സൈന്യങ്ങൾ മാത്രമാണ്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് രക്ഷകനെ പാടിസ്തുതിക്കുവാൻ നമ്മെ തയ്യാറാക്കുന്നതാണ് 25 നോമ്പ് കാലഘട്ടം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ച ക്രിസ്തുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും ഈ ക്രിസ്തുമസ് കാലം നമുക്ക് മനോഹരമാക്കാം. അങ്ങനെ ഓരോ ദിവസവും ക്രിസ്തുമസ് ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.